ഇരുട്ടിനെ ഭയപ്പെടരുത്. മത്തായി എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 23 മുതൽ 27 വരെ. ധ്യാനത്തിനായിട്ട് 26-ാം വാക്യം. അല്പവിശ്വാസികളെ, നിങ്ങൾ ഭീരുക്കളാകുവാൻ എന്ത് എന്ന് പറഞ്ഞ ശേഷം എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചപ്പോൾ വലിയ ശാന്തത ഉണ്ടായി. ഒരിക്കലൊരമ്മ അടുക്കളയിൽ അത്താഴം വയ്ക്കുന്ന ജോലിയിൽ വ്യാപൃതയായിരിക്കുകയായിരുന്നു. സ്റ്റോറിൽ നിന്ന് 2 ഉരുളക്കിഴങ്ങ് എടുത്തു കൊണ്ടുവരാൻ 5 വയസ്സുകാരനായ മകനോട് അവർ പറഞ്ഞു. മമ്മി, അവിടെ ഇരുട്ടാണ്, എനിക്ക് പേടിയാ. മോനെ, പേടിക്കാനൊന്നുമില്ല, നീ വേഗം ഉരുളക്കിഴങ്ങ് എടുത്ത് കൊണ്ടുവാ. അവിടെ ഭയങ്കര ഇരുട്ടാണ് മമ്മി, അവൻ വീണ്ടും പറഞ്ഞു. പേടിക്കാൻ എന്തിരിക്കുന്നു മോനെ, യേശു എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട് എന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടില്ലേ. നീ പോയി അതിങ്ങെടുത്തു കൊണ്ടുവാ. അവൻ വിറയ്ക്കുന്ന കൈകളോടെ സ്റ്റോറിൻ്റെ വാതിൽ തുറന്നു. വല്ലാത്ത ഇരുട്ട്. അപ്പോൾ അവന് പിന്നെയും പേടിയായി. അവൻ പുറത്ത് നിന്നുകൊണ്ട് പറഞ്ഞു, യേശുനാഥ, അവിടുന്ന് ഈ മുറിക്കുള്ളിൽ ഉണ്ടെങ്കിൽ 2 ഉരുളക്കിഴങ്ങ് എടുത്ത് തരണേ. ഈ കുട്ടിക്കഥ വെറും നേരം പോക്കായോ നിസ്സാരമായോ തള്ളാവുന്നതല്ല. ഇതൊരു സത്യം നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. ദൈവം നമ്മോട് കൂടെ ഉണ്ടെന്നും അതുകൊണ്ട് നമുക്ക് ഭയപ്പെടേണ്ടതില്ലെന്നും നമുക്കറിയാം. എങ്കിലും ഇരുട്ടും കാർമേഘവും കാണുമ്പോൾ നാം ഭയപ്പെടുന്നു. മുന്നോട്ട് ഒരു ചുവട് വയ്ക്കുവാൻ കഴിയാതെ അറച്ചു നിൽക്കുന്ന സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറില്ലേ? കൂരിരുട്ട് നിറഞ്ഞ താഴ്വരയിൽ കൂടി നമുക്ക് കടന്നു പോകേണ്ടി വരും. അപ്പോൾ ആ പിഞ്ചുകുട്ടിയെ പോലെ നമ്മളും വിറവുകൊണ്ട് നിൽക്കും. ഭക്തന്മാരായ പല ആത്മീയ ഗുരുക്കന്മാർക്ക് പോലും ഈ അനുഭവം ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല, ദൈവം അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കണമേ എന്ന് കെഞ്ചുകയും ചെയ്യും. ദൈവം അങ്ങ് ദൂരെ എവിടെയോ ഇരിക്കുന്നു എന്ന് കരുതുന്നവരുടെ സന്തത സഹചാരിയാണ് ഭയം. എന്നാൽ ഭയം നമ്മെ പിടികൂടുമ്പോൾ യുഗാന്ത്യത്തോളം എപ്പോഴും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും എന്ന വാഗ്ദത്തം നാം അനുസ്മരിക്കേണ്ടതാണ്. ദൈവത്തിൻ്റെ ഈ വാഗ്ദാനത്തിൽ ശരണപ്പെടുന്നവരെ വിമാനത്തിൽ നിന്ന് പാരച്ചൂട്ടിൽ സമരമുഖത്തേക്ക് എടുത്തു ചാടുന്ന ഭടനോട് ഉപമിക്കാം. വിമാനത്തിൽ നിന്ന് ചാടുന്നതിനെ പറ്റി നാം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു എത്തുമുടിയുമില്ലാത്ത ചാട്ടം. പാരച്ചൂട്ടിൻ്റെ കയറുകൾ തങ്ങളെ താങ്ങിക്കൊള്ളുമെന്ന് ആ ഭടന്മാർക്ക് ഉറപ്പുണ്ട്. പല അപകട മേഖലകളിലേക്കും നമുക്ക് എടുത്തു ചാടേണ്ടി വരും. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ വിശ്വാസമാകുന്ന പാരച്ചൂട്ടിൽ നാം സുരക്ഷിതരായിരിക്കും. എന്നാൽ ദൈവത്തെ കലവറ കൂടാതെ വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിൽ ഭീതിതമായ കുരുട്ട് ഉണ്ടാകുകയില്ലെന്ന് കരുതരുത്. ജീവിതത്തിൽ എന്തു തന്നെ സംഭവിച്ചാലും ദൈവത്തോടു കൂടി അതിനെ നേരിടുക മാത്രമേ നമുക്ക് കരണീയമായിട്ടുള്ളൂ. ഹെൻറി ഫോർഡ് പറഞ്ഞതുപോലെ, നമുക്ക് ചെയ്യാവുന്നത് ചെയ്യുക, ജീവിതത്തിൽ സംഭവിക്കുന്നതെന്തും നന്മയ്ക്കായി പരിണമിക്കും എന്ന് വിശ്വസിക്കുക. ഓർക്കണമേ, സജീവമായ വിശ്വാസം ഉണർന്നിരിക്കുന്ന യേശു അത്രേ. യിരെമ്യാ പ്രവചനം 33:3. എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരം വരുന്നു. നീ അറിയാത്ത മഹത്തായും അഗോചരമായുമുള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ കർത്തൃശുശ്രൂഷയിൽ എളിയ ദാസൻ.